ഹായ് ഫ്രണ്ട്സ്, RRB ക്ലർക്കിന്റെ 2025 മോക്ക് ടെസ്റ്റ് സീരീസ് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിൽ നമുക്ക് സെക്ഷൻ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങാം. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് റീസണിങ്ങിന്റെ സെക്ഷൻ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. പസിൽസ് ആണ്, സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഒരു ഡയറക്ഷൻ ടെസ്റ്റ് കണ്ടിട്ട് ചെയ്തു തുടങ്ങാം. സിമ്പിൾ ഡയറക്ഷൻ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ക്ലറിക്കൽ ലെവൽ ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചെയ്തു നോക്കാം. ആദ്യമേ എല്ലാ ഡയറക്ഷൻ അനുസരിച്ചുള്ള എല്ലാ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ച് എല്ലാ ഡിസ്റ്റൻസും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ നോക്കുക. ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആകുമ്പോൾ തെറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇൻഇക്വാലിറ്റി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് നോക്കി ചെയ്യാവുന്നതാണ്. ഫസ്റ്റിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സീരീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും എറർ വരാൻ ചാൻസ് ഉള്ളത് ഈ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കാം. നമ്പർ ആൽഫബറ്റ് നോട്ട് നമ്പർ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, എന്നിനും ഡിക്കും ഇടയിലുള്ള നമ്പേഴ്സിന്റെ സം എടുത്തു. അഞ്ച് ക്വസ്റ്റ്യൻ അത്യാവശ്യം ഈസി ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, 1 more ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സീരീസ് വന്നിട്ടുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. ദെൻ ഒരു ബ്ലഡ് റിലേഷൻ വന്നിട്ടുണ്ട്, ചെയ്ത് നോക്കാം.
ലാസ്റ്റ് ഇയർ RRB ക്ലർക്കൊക്കെ ഈ ടൈപ്പ് തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഈസി ആയിരുന്നു. ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫുൾ അറ്റംപ്റ്റ് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഇതൊരു പക്ക എക്സാം ലെവൽ മോക്ക് ടെസ്റ്റ് തന്നെയാണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, വീണ്ടും സീരീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഒന്ന് എഴുതിയിട്ട് തന്നെയാണ് ചെയ്യാറ്. കാരണം നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം സോ ഞാൻ അത്യാവശ്യം ഒന്ന് എഴുതി നോക്കാറുണ്ട്. ടൈം ഉണ്ടാവുമ്പോൾ, സപ്പോസ് ടൈം പ്രശ്നം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നോക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് മാത്രം അറ്റൻഡ് ചെയ്ത് പോകും. ഇവിടെ ഇപ്പം ടൈം ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. സോ എല്ലാം എഴുതിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സ്പീഡ്, നമ്മുടെ കയ്യിലൊരു സ്പീഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ എനിക്ക് അത്യാവശ്യം സ്പീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയാ എഴുതിയിട്ടോ ഏത് രീതിയിലാണ് നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനില്. നമുക്ക് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ, ആ ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത് തുടങ്ങാം. നമ്മള് വൺ വേർഡ്സും ബാക്കി ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. Then നേരെ പസിൽസിലേക്ക് പോവാം. ജസ്റ്റ് 8 പേര് ഇരിക്കുന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് 1 to 8 എടുത്തിട്ട് ഡയറക്റ്റ് അറേഞ്ച്മെന്റ്സ് കൊടുക്കാവുന്നതാണ്. അപ്പൊ 2 പോസിബിലിറ്റി വരുന്നുണ്ട്. രണ്ടും ഒന്നിച്ച് തന്നെ ഫിൽ ചെയ്ത് പോവാം. ഓക്കെ, കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മന്ത് ബേസ്ഡ് പസിലാണ്. മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിലാണ്. സോ ആദ്യം തന്നെ മന്തും ഡേറ്റ് മാർക്ക് ചെയ്ത് വെക്കാം.
ഓക്കെ, ഈസി പസിലായിരുന്നു. ഓക്കെ, ഇതൊരു സർക്കുലർ ബേസ്ഡ് പസിലാണ്. സോ 8 പേര് അറൗണ്ട് എ സർക്കിൾ ഫേസിങ് സെന്റർ ആണ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇനി കൗണ്ടിങ് ആണ്. അല്ല, ഇനി കൗണ്ടിങ്ങും വേർഡ് ഫോർമേഷനും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉള്ളത്. ഇങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് ആണ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് 1 മിനിറ്റോ ഒരു 50 സെക്കൻഡ് ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് എത്ര പേയേഴ്സ് ഉണ്ടെന്നാണ്. സോ ഞാൻ ഇതുപോലെ ഓരോ ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ എഴുതിയിട്ട് തന്നെയാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് എപ്പോഴും ഒരു അക്യുറേറ്റ് ആയി ആൻഡ് ഈസി വേ ആയിട്ട് തോന്നാറ്. സോ ഞാൻ ടൈം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് ആൻസർ കിട്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ കൗണ്ട് ചെയ്ത് നോക്കും. കാരണം നമുക്കറിയാലോ ബാങ്ക് എക്സാമിന് നോർമലൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരു എറർ വരുന്നതല്ല, അത് നോർമലൈസേഷൻ വരുമ്പം അത് നന്നായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. സോ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കണം എപ്പോഴും. ഞാനിത് 2 ടൈം കൗണ്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് സമയം അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുക്കുന്നത്. ആക്ച്വലി ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പക്ഷേ നമുക്ക് ടൈം ഉണ്ടല്ലോ, അപ്പൊ നമ്മളത് ഫാസ്റ്റ് ആയി ചെയ്തു പോയിട്ട് ഒരു എറർ പോലും വരരുത് എന്നുള്ളൊരു ഒരു ഇതാണ് എനിക്ക്. അതുകൊണ്ട് നമ്മൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ സ്കിപ്പ് ചെയ്തായിരുന്നു. ഒന്നും കൂടി ഞാൻ വൃത്തിക്കൊന്ന് എഴുതി ചെയ്യാണ്. കാരണം റീസണിങ് 25 മിനിറ്റ് ഉണ്ട്, എനിക്കിപ്പോഴും 10 മിനിറ്റോളം ബാക്കിയുണ്ട്. സോ ഞാൻ ആ ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ട് ടൈം എടുക്കുകയാണ്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒറ്റ വേർഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ 2 വേർഡ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ ഞാനിത് അറ്റൻഡ് ചെയ്യാറുള്ളൂ. ഒരു വേർഡൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അധികവും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും ഷുവർ ആയിരിക്കണം ഒറ്റ വേർഡ് മാത്രമേ വരുള്ളൂ എന്നുള്ളത്. സോ ഷുവർ ആണെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. സോ ഇവിടെ ഈ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് വേർഡ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല.
സോ മാർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് ഇനിയും ടൈം ബാക്കിയുണ്ട്. വേണമെങ്കിൽ ഞാൻ റിയൽ എക്സാമിന് ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ആ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാതെ നമ്മൾ 1 by ക്വസ്റ്റ്യൻസ് ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഡയറക്റ്റ് സബ്മിറ്റ് അടിക്കുകയാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, എൻ്റെ സ്കോർ 40/40 ആണ്. ഞാൻ റാങ്ക് 1 ആണ്. ഓക്കെ, 100% ആക്യുറസി ആൻഡ് 100% സ്കോർ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒത്തിരി പേർക്ക് 40/40 കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്പർ 1 ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ്. സോ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോറും റാങ്കും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ ഓക്കെ, then thanks for watching.